പാലത്തായി കേസിൽ പ്രതിയെ രക്ഷിക്കാൻ സർക്കാർ ഒത്താശ ചെയ്തത് ബിജെപി ഡീലിന്റെ ഭാഗമെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. കോടതി നടപടികൾ ഇരയുടെ രക്ഷിതാക്കളിൽ നിന്ന് ബോധപൂർവ്വം മറച്ചുവെച്ചു. പ്രതിയെ രക്ഷിക്കാൻ ബോധപൂർവ്വമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നും രാഗേഷ് ആരോപിച്ചു. പാലത്തായി പോക്സോ കേസിൽ പ്രതി പത്മരാജന് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നിശിത വിമർശനമാണ് സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഉയർത്തിയത്. LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായ വിചാരണയിലൂടെയാണ് പ്രതിക്ക് ശിക്ഷ വാങ്ങി നൽകിയത്. എന്നാൽ കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ പ്രോസിക്യൂഷൻ ലാഘവ ബുദ്ധിയോടെ കേസിനെ കൈകാര്യം ചെയ്തു. സർക്കാർ ഒത്തുകളിച്ചതാണ് BJP നേതാവിന് കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുതുണ്ടായതെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. LDF സർക്കാരിന്റെ കാലത്ത് പാലത്തായി കേസന്വേഷണവും അതിൻ്റെ വിചാരണ നടപടികളും അതീവ ജാഗ്രതയോടെയാണ് നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കേസിലെ പ്രതിയായിട്ടുള്ള പത്മരാജന് ശിഷ്ടകാല ജീവിതം മുഴുവൻ തടവ് ശിക്ഷ, കഠിന തടവ് ശിക്ഷ ലഭിക്കുന്ന വിധത്തിലുള്ള വിധി തലശ്ശേരി പോക്സോ കോടതി പുറപ്പെടുവിച്ചത്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിക്കാണ് ശിഷ്ടകാല ജീവിതം പൂർണ്ണമായും തടവിലടക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്കാണ് ഇപ്പോൾ UDF സർക്കാർ ജാമ്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ജാമ്യം ഒരുക്കി കൊടുക്കുക മാത്രമല്ല, ആ ശിക്ഷ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുക. ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള, പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയും BJPയുടെ താല്പര്യാർത്ഥം കാര്യങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയുമുള്ള ഒത്തുകളി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബത്തിൽ നിന്നും മറച്ചുവെച്ചു. ഇരയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം കോടതി ആരാഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യം കുടുംബത്തെ അറിയിച്ചില്ല. ഇത് വീട്ടിലെത്തിയപ്പോൾ കുടുംബം തന്നെ തങ്ങളോട് വ്യക്തമാക്കിയതാണെന്നും രാഗേഷ് പറഞ്ഞു. ഈ അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇരയുടെ വാദം കൂടി കേൾക്കണം എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി തന്നെ അതിന്റെ മേലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. പാനൂർ SHO ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കുട്ടിയുടെ അമ്മയെ വീട്ടിൽ പോയി കണ്ട് ഇങ്ങനൊരു അപ്പീൽ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നും അതിൽ ഇന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നുമുള്ള വിശദാംശങ്ങൾ മാതാവിനെ കണ്ട് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഞാനും സഖാവ് N ഷംസീറും T ഹരീന്ദ്രനും ഞങ്ങൾ 3 പേര് ഇന്നലെ വീട്ടിൽ പോയിരുന്നു. ഇങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇത് സംബന്ധിച്ചുള്ള വിവരം വല്ലതും തന്നിരുന്നു എന്നാ വീട്ടിൽ അന്വേഷിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിവരവും നൽകിയിരുന്നില്ല. അങ്ങനെ ഒരു കാര്യവും പറയാതെ സർക്കാർ അഭിഭാഷകർ കോടതിയിൽ വീട്ടിൽ അമ്മയെ നേരത്തെ നിർദ്ദേശിച്ച പ്രകാരം പോലീസ് ആവശ്യമായിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട് എന്ന് പറയുക മാത്രമല്ല, നൽകിയെങ്കിലും വീട്ടിൽ നിന്ന് അവരാരും ഒന്നും പ്രതികരിച്ചില്ല എന്ന് തെറ്റായ വിധത്തിൽ കോടതി അറിയിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. LDF സർക്കാരിന്റെ കാലത്ത് ഉയർന്ന അഭിഭാഷകരെയാണ് കേസ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ജൂനിയറായ അഭിഭാഷകരെയാണ് കേസ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെ ഒത്തുകളിയുടെ ഭാഗമാണെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. പാലത്തായി കേസ് അട്ടിമറിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും 1-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും രാഗേഷ് പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.